ഒപ്പക്കും നാസ്തികയും തമ്മിൽ എന്ത് ബന്ധം? ഒന്നുമില്ല. കപട നാസ്തികതയ്ക്ക് ഒപ്പക്ക് മാത്രമേ അറിയൂ. ഒപ്പക്ക് മറ്റൊരു കൂട്ടായ്മയുടെ അതിനെപ്പറ്റി ഒരു ഒപ്പക്ക് ഓപ്പാക്കോ ഒപ്പക്കും നാസ്തികതയും തമ്മിൽ എന്ത് ബന്ധം അറിയാനാണോ അബ്ദുള്ള? എനിക്ക് കേട്ടോളൂ. ഒപ്പക്ക് എന്ന് പറയുന്നത്, നാസ്തികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ചിന്താ സ്വാതന്ത്ര്യം നേടുമ്പോഴാണല്ലോ നാസ്തികത ഉണ്ടാകുന്നത്, അല്ലെ? സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറഞ്ഞു. ആരുടെയും ഡിക്റ്റേറ്റുകൾ അനുസരിക്കാതെ അല്ലെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്നൊരവസ്ഥ കൂടിയാണല്ലോ. ഒരു അടിമ ബോധത്തോടെ ജീവിതം ആർക്കെങ്കിലും വേണ്ടി, ആരെങ്കിലും പറഞ്ഞു വെച്ച കാര്യങ്ങൾക്ക് വേണ്ടി സ്വയം പീഡിപ്പിച്ചും അന്യരെ ദ്രോഹിച്ചും ജീവിക്കുന്നൊരവസ്ഥയല്ലല്ലോ. അപ്പം ഒരു സ്വതന്ത്രമായ അവസ്ഥയാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ സ്വതന്ത്ര ചിന്ത പൊതുവിൽ മുന്നോട്ട് വെക്കുന്നൊരു കാര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം. ഒപ്പൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു ബോഡിയിൽ ചേരുന്നു, അവർ പറയും നിങ്ങൾ എത്ര ഉൽപ്പാദിപ്പിക്കണം, എത്ര കൊണ്ടുപോകണം എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ഉൽപ്പാദന സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഒരു നാസ്തിക സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിൽ അതിനെതിരാണ്. ഓക്കെ. ഇനി 2, എക്കണോമിക്സിൽ സാമ്പത്തിക രംഗത്ത് ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സൈഡാണ്. അപ്പോൾ ഇവിടെ സപ്ലൈ സൈഡ് മൂത്രം പിടിച്ചു വെക്കുന്ന വേണം. സപ്ലൈ സൈഡ് റെഗുലേറ്റ് ചെയ്യാണ്, മാനിപ്പുലേറ്റ് ചെയ്യാണ്. ആരാണ്? ഈ ഉൽപ്പാദകർ ചേർന്നത്. അതിനെയാണ് കുത്തകവൽക്കരണം എന്ന് പറയുന്നത്. കുത്തകവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൂർഷാ നദി അല്ലെ ക്യാപിറ്റലിസ്റ്റ് നദിയിലെ ഒഴുക്കിനെ തടയുന്ന ഒരെണ്ണമാണ്, അല്ലെങ്കിൽ അതിനകത്തൊരു അനോമലിയാണ് ഈ കുത്തകവൽക്കരണം. അത് മൊണോപ്പൊളി ആയാലും ഒളിഗോപ്പൊളി ആയാലും അത് സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയ്ക്ക് എതിരാണ്. അപ്പോൾ കമ്പോള വ്യവസ്ഥയിലെ സ്വാതന്ത്ര്യം, ഫ്രീ എൻ്റർപ്രൈസസ്, ഫ്രീ എക്കോണമി, ഇതൊക്കെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് വിരുദ്ധമായി നിൽക്കുന്ന ഒന്നാണ് ഒപ്പക്ക്. ആ ഒപ്പക്ക് ദുർബലപ്പെടുന്നതിൽ നമ്മൾ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വതന്ത്ര ചിന്തയും നാസ്തികതയും ഒപ്പക്കും തമ്മിലുള്ള ബന്ധം അബ്ദുള്ളയ്ക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അബ്ദുള്ളയ്ക്ക് ഇനി കൂടുതൽ ഇത് സംബന്ധിച്ചൊരു ചർച്ച ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് അനുബന്ധമായി ഒരുപാട് പോയിന്റുകൾ പറയാനുണ്ട്. അബ്ദുള്ള ഈ ചോദ്യം ചോദിച്ചതിന് വളരെ നന്ദി. വളരെ മഹത്തായ ഒരു ചോദ്യമായിരുന്നു. എൻ്റെ ഉത്തരം അത്ര മഹത്തായില്ല എങ്കിലും ചോദ്യം വളരെ മഹത്തായിരുന്നു. അങ്ങക്ക് സ്തുതി. ഓക്കെ. അപ്പോൾ